നിങ്ങളെ ആരെങ്കിലും ചീത്ത വിളിച്ചാൽ നിങ്ങൾ എന്തു ചെയ്യും? സോഷ്യൽ മീഡിയയിൽ ഒരു മോശം കമന്റ് കണ്ടാൽ ഉടനെ ടൈപ്പ് ചെയ്യാൻ തുടങ്ങാറുണ്ടോ? എങ്കിൽ നിങ്ങൾ മറ്റൊരാൾ എറിഞ്ഞുകൊടുത്ത ചൂണ്ടയിൽ കുത്തിക്കഴിഞ്ഞു. സത്യത്തിൽ ദേഷ്യമെന്നത് നമ്മൾ എലിവിഷം കഴിച്ചതിനു ശേഷം എലി ചാവാനായി കാത്തിരിക്കുന്നത് പോലെയാണ്. വിഷം നമ്മുടെ ഉള്ളിലാണ്, പക്ഷെ നശിക്കേണ്ടത് മറ്റൊരാളാണെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വിജയികളായ മനുഷ്യരുടെ രഹസ്യത്തെക്കുറിച്ചാണ്. ദ ആർട്ട് ഓഫ് നോട്ട് റിയാക്ടിംഗ്, അഥവാ പ്രതികരിക്കാതിരിക്കാനുള്ള കല. ഈ കല സ്വന്തമാക്കിയാൽ നിങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിജയിച്ചു. ഒരിക്കൽ ഒരു പണിശാലയിൽ രാത്രി ഒരു പാമ്പ് കയറി. അവിടെ ഇരുന്ന മൂർച്ചയുള്ള ഒരു അറക്കവാളിൽ തട്ടി പാമ്പിന് ചെറിയൊരു പോറലേറ്റു. വേദനിച്ച പാമ്പ് വിചാരിച്ചത് ആ വാള് തന്നെ ആക്രമിച്ചതാണെന്നാണ്. ദേഷ്യം വന്ന പാമ്പ് ആ വാളിനെ ആഞ്ഞൊരു കൊത്തുകൊടുത്തു. വാളിനൊന്നും പറ്റിയില്ല, പക്ഷെ പാമ്പിന്റെ വായ മുറിഞ്ഞു. ദേഷ്യം ഇരട്ടിയായ പാമ്പ് തന്റെ ശരീരം മുഴുവൻ ഉപയോഗിച്ച് ആ വാളിനെ വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചു. പാമ്പ് എത്രത്തോളം ശക്തിയിൽ മുറുക്കിയോ അത്രത്തോളം ആഴത്തിൽ ആ വാള് പാമ്പിന്റെ ശരീരം കീറിമുറിച്ചു. ഒടുവിൽ തന്റെ അനാവശ്യമായ പ്രതികരണം, റിയാക്ഷൻ കാരണം ആ പാമ്പ് അവിടെ ചത്തുവീണു. ജീവിതപാഠം: നമ്മുടെ ചുറ്റുമുള്ള ചില സാഹചര്യങ്ങൾ ആ വാളുപോലെയാണ്. അവരവരുടെ പണി ചെയ്യുന്നു. നമ്മൾ അവരോട് യുദ്ധം ചെയ്യാൻ പോയാൽ മുറിവേൽക്കുന്നത് നമുക്ക് മാത്രമായിരിക്കും. റിയാക്ഷൻ വേഴ്സസ് റെസ്പോൺസ്, ബുദ്ധിയും വികാരവും. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? റിയാക്ഷൻ ഇതൊരു മൃഗസഹജമായ സ്വഭാവമാണ്, ചിന്തിക്കാതെ പെട്ടെന്നുണ്ടാകുന്ന വികാരം. ഇതിന്റെ അവസാനം എപ്പോഴും കുറ്റബോധമായിരിക്കും. റെസ്പോൺസ് ഒരു സംഭവം നടന്നാൽ ഒരു നിമിഷം ചിന്തിച്ച് ബോധപൂർവം മറുപടി നൽകുന്നതാണ് റെസ്പോൺസ്. ഇവിടെ നിങ്ങളുടെ റിമോട്ട് കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. ലോകം എപ്പോഴും രണ്ട് തരം മനുഷ്യരാൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന്, ആൾക്കൂട്ടത്തിന് നടുവിൽ നിന്ന് ഉച്ചത്തിൽ സംസാരിക്കുന്നവർ. രണ്ട്, നിശബ്ദമായി ഇരുന്ന് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവർ. ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ബഹളം വയ്ക്കുന്നവരല്ല, മറിച്ച് നിശബ്ദമായി കരുക്കൾ നീക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ലോകം ഭരിക്കുന്നത്. നമ്മൾ ജീവിക്കുന്നത് ഒരു ഉട്ടോപ്പിയയിലല്ല, ചതിയും വഞ്ചനയും സ്വാർത്ഥതയും നിറഞ്ഞ ഒരു ലോകത്താണ്. ഇവിടെ പിടിച്ചു നിൽക്കാനും വിജയിക്കാനും നന്മ മാത്രം പോരാ, കുറച്ച് ബുദ്ധി കൂടി വേണം. ജീവിതത്തിൽ ശാന്തത നിലനിർത്താൻ ഇതാ മനഃശാസ്ത്രപരമായ 6 പ്രായോഗിക വഴികൾ. 1. 3 സെക്കൻഡ് നിയമം, ദ 3 സെക്കൻഡ് റൂൾ. ഒരു പ്രകോപനമുണ്ടായാൽ ഉടനെ മറുപടി പറയരുത്. മനഃപൂർവ്വം ഒരു 3 സെക്കൻഡ് പോസ് ചെയ്യുക. ഈ സമയം കൊണ്ട് നിങ്ങളുടെ തലച്ചോറിലെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗത്തുനിന്നും വിവരം ബുദ്ധിയുടെ കേന്ദ്രത്തിലെത്തും. ആ ചെറിയ ഇടവേള നിങ്ങളെ ഒരു മോശം പ്രതികരണത്തിൽ നിന്ന് രക്ഷിക്കും. 2. 5 വർഷത്തെ നിയമം, ദ 5 ഇയർ റൂൾ. ദേഷ്യം വരുമ്പോൾ സ്വയം ചോദിക്കുക, ഇപ്പോൾ ഞാൻ തല്ലുപിടിക്കുന്ന ഈ കാര്യം 5 വർഷത്തിനു ശേഷം എനിക്ക് പ്രധാനപ്പെട്ടതായിരിക്കുമോ? 2030-ൽ നിങ്ങൾ ഓർക്കുക പോലും ചെയ്യാത്ത ഒരു കാര്യത്തിനു വേണ്ടി ഇപ്പോഴത്തെ നിങ്ങളുടെ വിലപ്പെട്ട സമാധാനം എന്തിനു കളയണം? ഉത്തരം അല്ല എന്നാണെങ്കിൽ അതവിടെ വിട്ടേക്കുക. 3. ഗാർബേജ് ട്രക്ക് തിയറി. ഇറ്റ്സ് നോട്ട് അബൌട്ട് യു. ചില മനുഷ്യർ മാലിന്യം നിറച്ച വണ്ടികൾ പോലെയാണ്. ഉള്ളിൽ നിറയെ നിരാശയും ദേഷ്യവും കൊണ്ടു നടക്കുന്നവർ. അവർ ആ മാലിന്യം തള്ളാൻ ഒരു സ്ഥലം നോക്കി നടക്കുകയാണ്. അവർ നിങ്ങളെ ചീത്ത വിളിക്കുമ്പോൾ അത് അവരുടെ സ്വഭാവമാണ് കാണിക്കുന്നത്, നിങ്ങളുടെ മൂല്യമല്ല. അത് വ്യക്തിപരമായി എടുക്കാതിരിക്കുക. ഒരിക്കൽ ഒരു സന്യാസി പുഴയിൽ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു തേൾ വെള്ളത്തിൽ മുങ്ങിത്താഴുന്നത് അദ്ദേഹം കണ്ടത്. മനസ്സലിഞ്ഞ സന്യാസി ആ തേളിനെ രക്ഷിക്കാനായി തന്റെ കൈ വെള്ളത്തിലേക്ക് നീട്ടി. അദ്ദേഹം അതിനെ കൈയിലെടുത്തതും ആ തേൾ അദ്ദേഹത്തിന്റെ കൈയിൽ ആഞ്ഞൊരു കുത്തുകൊടുത്തു. വേദന കൊണ്ട് സന്യാസി കൈ വലിച്ചു. തേൾ വീണ്ടും വെള്ളത്തിൽ വീണു. പക്ഷേ സന്യാസി പിന്മാറിയില്ല. അദ്ദേഹം വീണ്ടും അതിനെ രക്ഷിക്കാൻ ശ്രമിച്ചു. വീണ്ടും അത് അദ്ദേഹത്തിന്റെ കൈയിൽ കുത്തി. കൈയിൽ നിന്ന് ചോര വരാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടുകൊണ്ട് കരയിൽ നിൽക്കുകയായിരുന്ന ശിഷ്യൻ ചോദിച്ചു, ഗുരോ, എന്തിനാണ് അങ്ങ് വെറുതെ കഷ്ടപ്പെടുന്നത്? അങ്ങ് രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം അതങ്ങയെ ഉപദ്രവിക്കുകയാണല്ലോ. അതിനെ അവിടെ ഉപേക്ഷിച്ചുകൂടെ? അപ്പോൾ ആ സന്യാസി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, മകനെ, കുത്തുക എന്നത് തേളിന്റെ സ്വഭാവമാണ്. അതിനതല്ലേ ചെയ്യാനാകൂ. എന്നാൽ രക്ഷിക്കുക എന്നത് എന്റെ സ്വഭാവമാണ്. അതതിന്റെ സ്വഭാവം കാണിക്കുന്നു എന്ന് കരുതി ഞാൻ എന്തിനാണ് എന്റെ നല്ല സ്വഭാവം മാറ്റുന്നത്?
തേളിന്റെ സ്വഭാവം കുത്തുക എന്നതാണെന്ന് കരുതി സന്യാസി തന്റെ രക്ഷിക്കുക എന്ന സ്വഭാവം മാറ്റാത്തതുപോലെ മറ്റൊരാളുടെ മോശം പെരുമാറ്റം കാരണം നിങ്ങളുടെ നന്മ കളയരുത്. 4. നിരീക്ഷകനാകുക. ഒബ്സർവ്, ഡോണ്ട് അബ്സോർബ്. നിങ്ങൾക്കും അവർക്കുമിടയിൽ ഒരു കണ്ണാടി ചുവരുണ്ടെന്ന് സങ്കൽപ്പിക്കുക. അവർ അപ്പുറത്തുനിന്ന് ബഹളം വയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാം, പക്ഷേ അതൊന്നും നിങ്ങളെ സ്പർശിക്കില്ല. ഇയാൾക്കിന്ന് നല്ല ദേഷ്യമുണ്ടല്ലോ എന്ന് ഒരു ശാസ്ത്രജ്ഞനെപ്പോലെ കാര്യങ്ങളെ ദൂരെ നിന്ന് നിരീക്ഷിക്കുക. ആ നെഗറ്റീവ് ഊർജം ഉള്ളിലേക്ക് വലിച്ചെടുക്കാതിരിക്കുക. 5. മൗനം ഒരായുധമാക്കുക. തർക്കിക്കാൻ വരുന്നവരോട് തിരിച്ചു തർക്കിക്കുന്നത് തീയിൽ എണ്ണയൊഴിക്കുന്നതുപോലെയാണ്. ചിലപ്പോൾ മറുപടി കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ മറുപടി. നിങ്ങളെ ചൊടിപ്പിക്കാൻ വരുന്നവർ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ ബഹളമാണ്, നിങ്ങളുടെ റിയാക്ഷനാണ്. അത് കിട്ടുമ്പോൾ അവർക്ക് സംതൃപ്തി ലഭിക്കുന്നു. എന്നാൽ നിങ്ങളൊന്നും മിണ്ടാതെ അവരെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചാലോ, അവരാകെ ആശയക്കുഴപ്പത്തിലാകും. അവരുടെ വാക്കുകൾക്ക് നിങ്ങളെ സ്പർശിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് അവർ തിരിച്ചറിയും. നിങ്ങളുടെ മൗനം അവരുടെ ശബ്ദത്തേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കും. വാക്കുകൾ കൊണ്ടല്ല, നിങ്ങളുടെ മൗനം കൊണ്ടാണ് നിങ്ങൾ ആധിപത്യം സ്ഥാപിക്കേണ്ടത്. ജീവിതത്തിൽ പലപ്പോഴും നിങ്ങളെ പ്രകോപിപ്പിക്കാൻ പലരും വരും. അപ്പോഴൊക്കെ ഈ സിംഹത്തെ ഓർക്കുക. നിങ്ങളുടെ മൗനമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. അതുപയോഗിക്കാൻ പഠിക്കുക. നിങ്ങളുടെ മൗനം നിങ്ങളുടെ എതിരാളിയെ അസ്വസ്ഥനാക്കും. വാക്കുകൾ കൊണ്ട് തോൽപ്പിക്കുന്നതിനേക്കാൾ വലിയ വിജയമാണ് മൗനം കൊണ്ട് നേടുന്നത്. ഒരു കപ്പൽ മുങ്ങുന്നത് അതിനു ചുറ്റും വെള്ളമുള്ളതുകൊണ്ടല്ല, ആ വെള്ളം കപ്പലിനുള്ളിൽ കയറുമ്പോഴാണ്. അതുപോലെ ലോകത്തിലെ നെഗറ്റിവിറ്റി നിങ്ങളുടെ ഉള്ളിലേക്ക് കയറാൻ അനുവദിക്കാത്തിടത്തോളം കാലം നിങ്ങളെ തകർക്കാൻ ആർക്കും കഴിയില്ല. നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന ദിവസം നിങ്ങൾ ലോകത്തെ ജയിച്ചു കഴിഞ്ഞു. 6. സഹതാപം തോന്നുക. കമ്പാഷൻ. ഇതാണ് ഈ കലയുടെ ഏറ്റവും ഉയർന്ന ഘട്ടം. നിങ്ങളെ വേദനിപ്പിക്കുന്നവരോട് ദേഷ്യത്തിനു പകരം സഹതാപം തോന്നുക. ഒരാൾ നിങ്ങളെ തെറി വിളിക്കുമ്പോൾ ചിന്തിക്കുക, പാവം, ഇയാൾ ജീവിതത്തിൽ എത്രമാത്രം തോറ്റവനായിരിക്കണം, ഇയാളുടെ മനസ്സ് എത്രമാത്രം അസ്വസ്ഥമായിരിക്കണം ഇങ്ങനെയൊക്കെ പെരുമാറാൻ. സന്തോഷമുള്ളവർ ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കില്ല. വേദനിക്കുന്നവരാണ് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത്. അവരുടെ അജ്ഞതയെ ഓർത്ത് സഹതപിച്ചാൽ പിന്നെ നിങ്ങൾക്ക് അവരോട് ദേഷ്യം തോന്നില്ല, മറിച്ച് ഒരു പാവം രോഗിയോട് തോന്നുന്ന ദയ മാത്രമേ തോന്നൂ. അവിടെയാണ് നിങ്ങൾ ജയിക്കുന്നത്. മണിടെക് അക്കാഡമി നടത്തുന്ന പേഴ്സണൽ മെന്ററിംഗ്, യൂട്യൂബ് ഓപ്റ്റിമൈസേഷൻ, മൈൻഡ്ഫുൾനെസ് ട്രെയിനിംഗ് തുടങ്ങിയ ഓൺലൈൻ കോഴ്സുകളെക്കുറിച്ച് അറിയുവാൻ താൽപ്പര്യമുള്ളവർ നിങ്ങളെക്കുറിച്ചുള്ള ലഘുവിവരണം സഹിതം 7975369093 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം സാഹചര്യങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് നേരിടാറുള്ളത്? താഴെ കമന്റ് ചെയ്യൂ. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.